കലാലയ ആത്മഹത്യകൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് ആ കാര്യത്തിൽ വന്നേക്കുന്നത്. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള അങ്ങോളം ഇങ്ങോളം നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സുപ്രീം കോടതി യഥാർത്ഥ ഒരു സോഷ്യൽ കൺസേൺ എന്ന് നമുക്ക് പറയാം, അതായത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള യഥാർത്ഥത്തിൽ അതിലേക്കുള്ള ഒരു ഇടപെടലായിട്ടാണ് സുപ്രീം കോടതി ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെ, ഈ കലാലയ ആത്മഹത്യകളുടെ കാരണങ്ങൾ പറയുന്നത് സുപ്രീം കോടതി അത് വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഉണ്ടായ സിദ്ധാർത്ഥൻ്റെ മരണം, അതും കലാലയ ആത്മഹത്യ എന്നുള്ള പേരിലാണെന്നുണ്ടെങ്കിലും അതൊരു ആത്മഹത്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടുള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ അതെന്തായാലും ആ കുട്ടി മരിച്ചു അത് പോയിട്ടുണ്ട്. അത് അതിനെ ആത്മഹത്യ ആയാലും കൊലപാതകമായാലും അവൻ്റെ വീട്ടുകാർക്കും ഈ സമൂഹത്തിനും ആ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സുപ്രീം കോടതി ഇതിന് 3 കാരണങ്ങളാണ് കലാലയ ആത്മഹത്യക്ക് സുപ്രീം കോടതി കണ്ടേക്കുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് ജാതി വിവേചനം, രണ്ടാമത്തത് റാഗിങ്, മൂന്നാമത്തത് പീഡനം. ഇതാണ്. അപ്പോൾ പീഡനം നമ്മൾ കണ്ടു. നമ്മൾ ഒരു കൽക്കട്ട മെഡിക്കൽ കോളേജിൽ RG Kar മെഡിക്കൽ കോളേജിൽ ആ സംഭവം ഉണ്ടായി. അത് പീഡനം മൂലമുള്ള ഒരു കൊലപാതകമാണ്. പീഡനം നടത്തി കൊന്നതാണ്. അത് വന്നു. ജാതി വിവേചനം അതുമൂലമുള്ള ഒരുപാട് ആത്മഹത്യകൾ, കലാലയ ആത്മഹത്യകൾ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഇവരെ ഒറ്റപ്പെടുത്തുക, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ ഈ കലാലയങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പരിശ്രമം പല ഭാഗങ്ങളിൽ നിന്നും, അതായത് ഉയർന്ന വരേണ്യ വർഗങ്ങളെന്ന് സ്വയം കണക്കാക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ കാണാറുണ്ട്. അതാ വരുന്നത്. എന്നാൽ മനുഷ്യരാണ് ഇവരെല്ലാം, ഇവരുടെ ദേഹത്തും എല്ലാം രക്തമാണ് ഓടുന്നത് എന്നൊരു കാഴ്ചപ്പാടില്ല. തൊലിയുടെ നിറവും അവർ ജനിച്ച കുലവും ഇതൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജാതി വിവേചനം മൂലം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്നു എന്ന് കോടതി പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയാണ്. അതിന് പല കാര്യങ്ങൾ, അതായത് പല സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്ന പല സംഭവങ്ങൾ. ഡൽഹി IIT-യിൽ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അവർ പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. കാരണം അവർ ജാതിയിൽ തണതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. ഇതേപോലുള്ള വിവേചനം മൂലം അവർ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത ആ 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ആയുഷ് ആഷ്ന എന്ന് പറയുന്ന ഒരു കുട്ടി, അതേപോലെ തന്നെ ആയുഷ് ആഷ്നയും അനിൽകുമാറും, ഈ ഒരു 2 പേരാണ് അവിടെ ആത്മഹത്യ ചെയ്തത്. ഡൽഹി IIT-യിലാണ്. IIT-യിലെ ഒരു അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്ത് ബുദ്ധിമുട്ടിയാണ് വീട്ടുകാർ ആ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതും ആ കുട്ടികൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നതും ആണെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ വളരെ അതിപ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്, വളരെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നമ്മൾ കണ്ടു രോഹിത് വേമുലയുടെ മരണം, ആത്മഹത്യ നമ്മൾ കണ്ടതാണ്. കാരണം എന്താ, നിവൃത്തിയില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അതിൽ പട്ടികജാതിക്കാരനാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ ആ ജാതി വിവേചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയാണ് കുറേ കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത്. അതേപോലെ മുംബൈയിലെ TN ടോപ്പിവാല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി കേട്ടോ, അതിൻ്റെ പേര് പായൽ എന്നാണ്. പായൽ തഡ്വി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ഉണ്ടായിട്ടോ. അത് പട്ടികവർഗത്തിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ആത്മഹത്യ നടന്നത്. കാരണം അതിനെ ഒറ്റപ്പെടുത്തുക, അതിനെ അതേപോലെ തന്നെ ഹരാസ് ചെയ്യുക, വളരെ 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 മാനസിക പീഡനങ്ങൾക്ക് വിധേയയാക്കുക, ഇതൊക്കെ വരും. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ മാർഗമില്ലാതെ ഇത് ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ആ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ വേറെ മാർഗമൊന്നും കാണുന്നില്ല ജീവിതത്തിൻ്റെ എൻഡാണെന്നുള്ളത്. കാരണം അത്രത്തോളം ചിന്തിക്കാനുള്ള മനസ്സേ ഉള്ളൂ. നമ്മൾ പറയും ആത്മഹത്യ ഒരു കാരണമാവുന്നതിന്, ഒന്നിനും ഒരു കാര്യമല്ല, ഒരു പരിഹാരമല്ല. അതിന് വേറെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പരിഹാരം?
ഇവർ ആരെടുത്ത് പോയി പരാതി പറയും? പരാതി പറയാൻ പോയാൽ അവരുടെ അധ്യാപകരോടല്ല ആണല്ലോ പരാതി പറയുന്നത്. അവരും ഇതുപോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം എന്ന് പറയുന്നുണ്ട്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും എന്ന് പറയുന്നത് പോലുള്ള സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ അതുപോലുള്ള മനംനൊന്താണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇപ്പോൾ ഒരു സുപ്രീം കോടതി ഒരു ദൗത്യ സേനയെ സുപ്രീം കോടതി നിയോഗിച്ചു. 9 അംഗങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ നേതാവായിട്ട്, അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അതിൻ്റെ ചെയർമാൻ, ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സുപ്രീം കോടതി റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിനെയാണ് സുപ്രീം കോടതി നെയിം ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം പല നാനാ വിഭാഗങ്ങളിലെ ആളുകളുണ്ട്. അതായത് ഈ ഒരു മാനസിക രോഗ വിദഗ്ധനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ഫോർ വിമൻ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ചെയർമാൻ ഈ പ്രൊഫസർ മേരി ജോൺ, അവരെല്ലാം ഇതിൽ വരുന്നതാണ്. അതുകൂടാതെ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ ജോയിൻറ്റ് സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇതിനെ ഡെപ്യൂട്ട് ചെയ്യണം, നോഡൽ ഓഫീസറായിട്ട് ഡെപ്യൂട്ട് ചെയ്യണം എന്ന് ഓരോ ചീഫ് സെക്രട്ടറിമാർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഇതിനകത്ത് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അത് വരും. പിന്നെ അതുകൂടാതെ സാമൂഹ്യനീതി സെക്രട്ടറി, വനിതാ ശിശു വികസന സെക്രട്ടറി, കൂടാതെ നിയമകാര്യ സെക്രട്ടറി, ഇത്രയും പേര് ഇതിനകത്ത് ഈ കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ കമ്മിറ്റി യഥാർത്ഥ ആത്മഹത്യകളുടെ കാരണങ്ങൾ കണ്ടെത്തണം. അതാണ് ഈ കമ്മിറ്റിയുടെ ജോലി കേട്ടോ. ആ കമ്മിറ്റി നിർബന്ധമായിട്ടും 2 ആഴ്ചയ്ക്കകം അത് പ്രവർത്തിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് 20 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി 4 മാസക്കാലത്തിനകത്ത് ഇടക്കാല റിപ്പോർട്ടും 8 മാസത്തിനകത്ത് ഫൈനൽ റിപ്പോർട്ടും കൊടുക്കണം, സുപ്രീം കോടതിക്ക് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇവർ ഈ ആത്മഹത്യയെ സംബന്ധിച്ച് ഇവർ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ത്? അത് യഥാർത്ഥത്തിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ, അതിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു അസുഖം വരുന്നു, ഈ അസുഖത്തിന് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് അതങ്ങ് അമർച്ച ചെയ്യുക എന്നുള്ളതല്ല വേണ്ടത്. ഈ കാരണങ്ങൾ, അസുഖം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണങ്ങളെ ഇറാഡിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ട്രീറ്റ്മെൻ്റ് ആവൂ എന്ന് പറയുന്നത് പോലാണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ എന്ത്. ഇനി അടുത്തതുപോലെ ഇവിടുത്തെ ഈ വിദ്യാർത്ഥിനികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ കാര്യക്ഷമത അത് പരിശോധിക്കണം. ഇപ്പോൾ ഒരു കോളേജിൽ ഇപ്പോൾ റാഗിങ്ങിനെതിരെയുള്ള കമ്മിറ്റി, ആൻറ്റി റാങ്കിങ് കമ്മിറ്റി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യക്ഷമത എന്ന് പറഞ്ഞ പോലെ ഏത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാനുള്ള ആ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് 2ാമത്തത്. 3ാമത്തത് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരം സംവിധാനം ചെയ്യുന്ന ശുപാർശ ചെയ്യണം. അതായത് ഈ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലാവാതെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും തുല്യ അവസരം പ്രദാനം ചെയ്യാനുള്ള അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ശുപാർശ. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഈ കമ്മിറ്റി ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ വളരെ വലിയ കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി ഇതിലെടുത്തേക്കുന്നത്. വളരെ നോവലായിട്ടുള്ള ഒരു ഐഡിയ. കാരണം നമ്മൾ മനസ്സറിയാതെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ആത്മഹത്യ ചെയ്ത് പോകുന്നു. കാരണം ഈ ചെറിയ പ്രായത്തിൽ അതും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, കൂടുതലും പ്രൊഫഷണൽ കോളേജുകളിലാണ്. ഇപ്പം നഴ്സിംഗ് കോളേജുകളിൽ നമ്മൾ കാണുന്നു, ചാടി മരിക്കുകയാണ്. കാരണം വേറെ നിവർത്തിയില്ല. അതിനെ കൊണ്ടുവന്ന് തള്ളി ഒരു അറ്റത്ത് കൊണ്ടുവച്ചേക്കാണ്. പിന്നെ അങ്ങോട്ട് വേറെ മാർഗമില്ല. അന്നേരം അതങ്ങ് താഴ്ചാടും എന്ന് പറയുന്നത് പോലെ ആണ് നമ്മൾ ഈ ആത്മഹത്യകൾ ധാരാളം കാണുന്നത് ഈ കലാലയങ്ങളിൽ. അതിപ്പോൾ ഒരു നിത്യ കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് കലാലയങ്ങളിലുള്ളത്. ഇതുകൊണ്ടൊന്നും ബാക്കി ആരും പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ശിക്ഷാവിധി മൂലം വേറെ ആരെങ്കിലും ഇത് കണ്ട് പഠിക്കുക എന്ന് പറയുന്നതൊന്നും ഇന്നിപ്പോൾ ഇല്ല. ഇപ്പം ഇവരെയൊക്കെ ശിക്ഷിക്കപ്പെടും. ഇപ്പോൾ ഒരു നേഴ്സിംഗ് കോളേജിലാണെങ്കിൽ താണ്ടെ 3-4 പെൺകുട്ടികൾ കുറേ നാളായിട്ട് അത് കിടക്കുകയാണ്, ജയിലിലാണ്. പക്ഷേ അത് കണ്ടുകൊണ്ട് വേറെ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെയും നമ്മൾ ഇത് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇതൊന്നുമല്ല ഇതിൻ്റെ മാർഗങ്ങൾ. ഈ ശിക്ഷാവിധി കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൻ്റെ റീസൺസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ റീസൺസ് ഇല്ലാതാക്കണം.
പിന്നെ രണ്ടാമത്തത്, ഇത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കണം. മൂന്നാമത്, വിദ്യാർത്ഥിനികൾക്ക് തുല്യ അവസരം, നമ്മുടെ ഭരണഘടന പറയുന്ന ഈക്വൽ ഓപ്പർച്യൂണിറ്റി അത് വേണം, അവർക്ക് കൊടുക്കണം, അത് കിട്ടണം. അത് കിട്ടാതാവുമ്പോൾ വലിയ പ്രശ്നം വരും. ആർട്ടിക്കിൾ 15 അതാണ് പറഞ്ഞേക്കുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്. അതുപോലെ തന്നെ വിവേചനത്തിനെതിരായിട്ടുള്ള നിയമം ആർട്ടിക്കിൾ 15 വിദ്യാഭ്യാസത്തിൽ. ഇത് പ്രദാനം ചെയ്താൽ ഇതെല്ലാം കുറയും. അപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും വളരെ ഞാൻ ഈ കണ്ടേക്കുന്നതിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ലൊരു കാൽവയ്പ്പാണ്. അത് ജനങ്ങളിലേക്ക് എത്തട്ടെ.